ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊക്കെയാ ചോദ്യങ്ങള്? മനു സബ് കളക്ടർ അല്ലേ? എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ബന്ധം ആലോചിച്ചേ? ഇത്രയും വലിയൊരു സംഭവം കൺമുന്നിൽ കണ്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ബന്ധം അവസാനിപ്പിച്ച് പോരായിരുന്നില്ലേ? ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. പ്രതിയായ ജീവൻ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കാര്യങ്ങൾ അങ്ങയുടെ മുന്നിലുണ്ട്. തുടർന്നുള്ള അവസരങ്ങളിലും അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി ജീവനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലീസിന് കിട്ടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അത് അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊരു മെന്റൽ പേഷ്യന്റാ. കുറെ കാലം ഞാനൊരു അപകടത്തിൽപ്പെട്ട് കോമയിലായിരുന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എനിക്ക് എന്റെ ജീവിതത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ കോടതിയുടെ പരിഗണന എനിക്ക് കിട്ടിയേ പറ്റൂ. യുവർ ഓണർ, പ്രതി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. പ്രതി കോമയിലായിരുന്നുവെന്നും ചികിത്സിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ കാര്യവും വാസ്തവമാണെങ്കിലും ചികിത്സിച്ച ഡോക്ടർമാർ ഇദ്ദേഹത്തിന്റെ അസുഖം പരിപൂർണമായും ഭേദമായി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നേഴ്സ് റീനയെ താൻ കൊന്നത് മാനസിക വിഭ്രാന്തി മൂലമാണെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് അവരുടെ മൃതശരീരം കുഴിച്ചിടുകയും കുഴിച്ചിട്ട ശരീരം അതേ സ്ഥലത്ത് നിന്ന് എടുത്ത് ആറ്റിൽ തള്ളുകയും ചെയ്തത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അപ്പോ അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നുവെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് വാസ്തവമാണെന്നും വ്യക്തമായി ബോധ്യമായിരിക്കും. ശിക്ഷയിൽ നിന്ന് ഒഴിവാൻ വേണ്ടി പ്രതി നിർത്തുന്ന വാദങ്ങൾ അംഗീകരിക്കരുതെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവാകുന്നു. റിമാൻഡ് കാലയളവിൽ പോലീസിന് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനും അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. വാ. എന്താ അമ്മേ? അച്ഛനാ വിളിച്ചത്. ജീവനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇത്രയും നാളും എല്ലാവരെയും പറ്റിച്ചിട്ട് കോടതിയെ കബളിപ്പിക്കാൻ അവന് പറ്റിയില്ല. അമ്മേ,
ഹേ, ഇതൊക്കെ മറന്നു കളയേണ്ട കാര്യങ്ങളാ. പെട്ടെന്ന് കേട്ടപ്പോ അമ്മേ, മോനു വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും. ഇന്നല്ലേ കോടതി കൊണ്ടുപോകുന്നത്? അതെ, കോടതി തീരുമാനം എന്തായി? റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക്. ഓ, ഇനി അതിന്റെ പേരിലും കുറച്ച് വിളി കേൾക്കേണ്ടി വരുമല്ലോ. ഹോ, എന്റെ സുജാതെ, കല്യാണം കഴിഞ്ഞിട്ട് ബന്ധുക്കൾ ചെവി തല തന്നിട്ടില്ല. എന്തൊക്കെയാ ചോദ്യങ്ങള്? മനു സബ് കളക്ടറല്ലേ, എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ബന്ധം ആലോചിച്ച്? ഇത്രയും വലിയൊരു സംഭവം കൺമുന്നിൽ കണ്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ബന്ധം അവസാനിപ്പിച്ച് പോരായിരുന്നില്ലേ? ഓ, ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. നീ ഒന്ന് വെറുതെ ഇരുന്നേ. എന്തിനാ വെറുതെ സുജാതയെ പറഞ്ഞു വിഷമിപ്പിക്കുന്നേ? അല്ല, ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? മക്കള് നല്ലത് ചെയ്ത അച്ഛനമ്മമാർക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം. ആ, അവര് കെട്ടത് ചെയ്താലേ തല കുനിച്ച് നിന്നേ പറ്റൂ. സുജാതയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. ദേ, ഒന്ന് നിന്നേ. ആ, പിന്നെ സുജാതേ, മോനെ 1-2 ദിവസം കഴിഞ്ഞേ വിടാൻ പറ്റുള്ളൂന്ന് സുജാത പറഞ്ഞു. അത് ഞങ്ങള് സമ്മതിച്ചു. ഇപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇനി അത് മാറ്റിവെക്കരുത്. മോൻ ഒരു 2 ദിവസം കഴിയുമ്പോ അങ്ങ് എത്തണം. അച്ഛനും അമ്മയും ഉള്ളിടത്ത് അവൻ നിൽക്കുന്നതാണല്ലോ അതിന്റെ ഒരു ശരി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടിയെ വേണം. എന്നാലും നിങ്ങൾ അങ്ങോട്ട് വിട്ടേ പറ്റൂ. അപ്പൊ പിന്നെ കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. കേട്ടോടി കൊച്ചേ, നമ്മുടെ സ്വന്തമല്ലാത്ത കാര്യങ്ങള്, അതിപ്പോ സാധനങ്ങളായാലും മനുഷ്യരായാലും കുറച്ച് അകലെ വിടുന്നത് നല്ലതാ. അതിന്റെ കാര്യം എന്താ? പിരിയേണ്ടി വന്ന വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. കേട്ടോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ സുജാതെ. അമ്പലത്തിലെ നട അടയ്ക്കുവേ. വാ ഇങ്ങോട്ട്. മധുര നൊമ്പരക്കാറ്റ്